ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം പഴയ നിയമ ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങളുടെ അടിത്തറകളുടെ അധ്യായമെന്നാണ് വിവക്ഷിച്ചിരിക്കുക. പരമപ്രധാനമായ രണ്ട് വാഗ്ദത്തങ്ങൾ ഉൽപ്പത്തി 15-ൽ നമുക്ക് കാണാം. അതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 3 പദപ്രയോഗങ്ങളോടുകൂടെ, പരാമർശങ്ങളോടുകൂടെയാണ് ആരംഭിക്കുക. അനന്തരം ദർശനത്തിൽ അബ്രാമിനോട് ദൈവം പറയുന്നു, ഒന്ന്, അബ്രാമേ, നീ ഭയപ്പെടണ്ട. എന്താ ഭയപ്പെടണ്ട എന്ന് പറയാനുള്ള കാരണം? തൊട്ടു മുമ്പിലത്തെ 14-ാമത്തെ അധ്യായം ഒരു യുദ്ധത്തിൻ്റെ അധ്യായമാണ്. പ്രബലരായ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവരെയും അവർക്കുള്ളതിനെയും ഉള്ളവരെയും അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെ അപഹരിക്കപ്പെട്ട 5 രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരുന്നു സോദോം. സോദോമിൽ പാർത്ത അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തും കൊള്ളയായി പോയവരുടെ കൂട്ടത്തിലുണ്ട്. ഓടിപ്പോകുന്ന ഒരുവൻ വന്ന് അബ്രാമിനോട് പറയുന്നു, കൊള്ളയായി പോയവരുടെ കൂട്ടത്തിൽ താങ്കളുടെ സഹോദരപുത്രനുമുണ്ട്. തനിക്കൊരു മകനില്ലാത്ത സ്ഥാനത്ത് എല്ലാമായി കരുതിയിരുന്ന ലോത്തും കൊള്ളയായി പോയവരുടെ കൂട്ടത്തിലുണ്ടെന്ന് അബ്രാം അറിഞ്ഞപ്പോ മുമ്പും പിമ്പും നോക്കാതെ പ്രത്യാഘാതങ്ങൾ എന്താകുമെന്നൊരു വിലയിരുത്തലിന് മുതിരാതെ തൻ്റെ വീട്ടിൽ പിറന്നു വീണു വളർന്ന 318 അഭ്യാസികളുമായി ഈ 4 രാജാക്കന്മാർക്കെതിരെ ആയിരക്കണക്കിന് സൈന്യത്തിനെതിരെ പുറപ്പെടുകയാണ്. 318 അഭ്യാസികളുമായി പോയാൽ ആ പ്രബലരായ 4 രാജാക്കന്മാരെ, അവരുടെ സൈന്യങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്നൊരു വിലയിരുത്തലിനൊന്നും മുതിരാൻ നേരമില്ല. അത്രമാത്രം ഊഷ്മളമാണ് തൻ്റെ സഹോദരപുത്രനോടുള്ള ബന്ധം, സ്നേഹം. ആ സ്നേഹാധിക്യ നിമിത്തം ഈ 318 അഭ്യാസികളുമായി പുറപ്പെട്ട് ആ 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി 5 രാജാക്കന്മാരെ സുരക്ഷിതരാക്കി, അവരെ സ്വതന്ത്രരാക്കി, ലോത്തിനെയും ഒരു സുരക്ഷിത മേഖലയിൽ എത്തിച്ച് ആ ദൈവമനുഷ്യൻ തൻ്റെ കൊച്ചു കൂടാരത്തിനകത്ത് വന്നപ്പോഴാണ് വികാരം വിവേകത്തിന് വഴിമാറിയത്. ഇപ്പോഴാണ് അബ്രാം ചിന്തിക്കാൻ തുടങ്ങിയത്, ദൈവമേ, ഞാൻ എന്തായി കാട്ടിക്കൂട്ടിയത്? താൻ പരാജയപ്പെടുത്തിയ 4 രാജാക്കന്മാർ, അവരുടെ സൈന്യങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരപുത്രനോടുള്ള സ്നേഹാധിക്യ നിമിത്തമാണ് ഞാൻ ഈ ചെയ്തതെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ. താൻ അവർക്കൊരു ഭീഷണിയായി മാറി, അവരുടെ കണ്ണിലെ കരടായി ഞാൻ മാറി. മറ്റേതൊരു രാജ്യത്തെ അവരിനി ആക്രമിക്കണമെങ്കിലും അവരുടെ ഭീഷണിയായ എന്നെ ഒഴിവാക്കിയേ പറ്റൂ, എന്നെ തകർത്തേ പറ്റൂ. ഇപ്പൊ താൻ പരാജയപ്പെടുത്തിയ 4 രാജാക്കന്മാരുടെ, അവരുടെ സൈന്യത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറിയതുകൊണ്ട് അവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരാക്രമണം തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോർത്ത് മാനുഷിക ഭയത്തിന്റെ തടവുകാരനായി ആ ദൈവമനുഷ്യൻ തന്റെ കൊച്ചു കൂടാരത്തിനകത്ത് വന്നിരിക്കുമ്പോൾ തൻ്റെ ഭക്തന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമറിയാവുന്ന ദൈവം ആ കൂടാരത്തിനകത്ത് ദർശനത്തിൽ ഇറങ്ങി വന്ന് പറയുന്നു, അബ്രാമേ, നീ ഭയപ്പെടണ്ട. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയാം, നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമറിഞ്ഞ് നിന്നോട് ഇടപെടാൻ അറിയാവുന്നൊരു ദൈവം ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ ആ തരം തുടർന്ന് ആവേശത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഭയമുണ്ടാകാൻ ധാരാളം കാരണങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലേക്ക് തന്ന 2 സവിശേഷ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ തരികയാണ്. ഈ വചനം ഇന്ന് രാത്രി ഞാനിവിടെ വിളിച്ചു പറയുമ്പോൾ ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, വചനത്തിന്റെ ശക്തിയാൽ വർഷങ്ങളായി എന്നെ വേട്ടയാടുന്ന ചില ഭയത്തിന്റെ കടുങ്കെട്ടുകളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. വിശ്വാസത്താൽ ആധാരം തുറന്ന് അതിന് ആമേൻ പറയാൻ കൃപയുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നാമത്തെ ഭയം അകാരണ ഭയമാണ്. കാര്യകാരണങ്ങൾ മനുഷ്യന്റെ കണ്ണിന്റെ മുമ്പിൽ ഇല്ലാത്തപ്പോഴും സങ്കല്പ ലോകത്ത് അകാരണമായി ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്.
തിരുവെഴുത്തിൽ നിന്ന് ഞാൻ അതിന് ഉപോത്ബലകമായി ഒരു തെളിവ് തരാം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു പറഞ്ഞയച്ചെന്ന്. അതിന്റെ ആശയം എന്താ? നിർബന്ധിച്ചു പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ പോകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ യേശു കർത്താവിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് കീഴ്പ്പെട്ട് അവരെ യാത്ര ആരംഭിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. അർത്ഥം ദൂരമേറെ. എന്നാൽ കാറ്റു വീശിയടിക്കുന്നു, തിര തള്ളി കയറിക്കൊണ്ടിരിക്കുന്നു, പടക് മുങ്ങുന്നു. അവരുടെ ഹൃദയം ഇന്ന് രാത്രി നിങ്ങളൊന്ന് വായിച്ചേ. കർത്താവേ, ഞങ്ങളായി ഇറങ്ങിത്തിരിച്ചതല്ല, ഞങ്ങളായി എടുത്തു ചാടിയതല്ല. ഞങ്ങൾക്ക് മനസ്സില്ലാതിരുന്നിട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും അങ്ങാണ് ഈ യാത്രയ്ക്ക് ഞങ്ങളെ നിർബന്ധിച്ചു പറഞ്ഞയച്ചത്. ഇതങ്ങയുടെ ഹിതമായിരുന്നു, ഇതങ്ങയുടെ ഇഷ്ടമായിരുന്നു, ഇതങ്ങയുടെ നിയോഗമായിരുന്നു. ഇതങ്ങയുടെ ഹിതവും ഇഷ്ടവും നിയോഗവുമായിരുന്നിട്ടും എന്തേ ഇങ്ങനെയൊരു പ്രതിസന്ധി സംഭവിച്ചു? ഇന്ന് രാത്രി ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യവും വ്യക്തവുമായ ദൈവഹിതത്താലും ദൈവിക നിയോഗത്താലും ദൈവാലോചനയാലും ചില കാര്യങ്ങൾക്ക് ചുവടെടുത്തു വെച്ചിട്ട് നീ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കണ്ണിന്റെ മുമ്പിൽ വന്നു നിന്ന്, ഇത് ദൈവഹിതമായിരുന്നെങ്കിൽ, ഇത് ദൈവ പദ്ധതി ആയിരുന്നെങ്കിൽ, ഇത് ദൈവാലോചനയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചിന്തിച്ച് ദൈവിക നിയോഗത്തെ സംശയിച്ച് വച്ച ചുവടുകൾ പിറകോട്ട് വച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ, KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് വചനത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. കണ്ണിന്റെ മുമ്പിൽ ഉയരുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് നിയോഗത്തെ സംശയിക്കണ്ട, വച്ച ചുവടുകൾ പിറകോട്ടെടുത്തു വെക്കണ്ട. ദൈവം തന്ന നിയോഗത്തിലും നീ കേട്ട ദൈവ ശബ്ദത്തിലും സ്വർഗം നിനക്ക് കൈമാറിയ ദർശനത്തിലും ഉറച്ചു നിന്നുകൊള്ളുക. നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന ശക്തികളോട് പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സ്വർഗം നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെളിയിക്കാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി പോസ്റ്റില്ലാത്ത ദൈവം തന്റെ വചനത്തിന്റെ ആലോചന കൈമാറുമ്പോൾ ആതരം തുറന്ന് ആവേശത്തോടെ സ്തോത്രം പറയാൻ ആതരത്തിൽ അഭിഷേകമുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു വചനത്തിന്റെ ദൂത് ഞാൻ പറയാം കേട്ടോ. ഈ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു തിരകടമേൽ ചവിട്ടി വരികയാണ്. പിന്നീട് അത് വ്യക്തമാക്കാം. യേശു കർത്താവ് വരുന്നത് കണ്ടപ്പോ യേശു പറഞ്ഞു, ഇത് ഞാനാകുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് അത് ഞാൻ വ്യക്തമാക്കാം. അതുകൊണ്ടാണ് അതൊന്ന് വിട്ടു പറയുക. ഈ യേശു പറഞ്ഞു ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ പത്രോസിന് ഒരു ഉണർവുണ്ടായി. ചിലർക്ക് ഉണർവുണ്ടാകാനും ഉണ്ടായ ഉണർവ് പോകാനും അധിക നേരവും അധിക കാരണവും വേണ്ട. പത്രോസിന് ഒരു ഉണർവുണ്ടായപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങാകുന്നെങ്കിൽ അങ്ങയുടെ അടുക്കലോട്ട് വരാൻ എന്നോടൊന്ന് പറ. കർത്താവ് പറഞ്ഞു, വാ പത്രോസേ, വാ പത്രോസേ എന്ന വാക്ക് വിശ്വസിച്ച് പത്രോസ് എടുത്തങ്ങ് ചാടുകയാണ്. എടുത്ത് ചാടുമ്പോഴുണ്ടല്ലോ കാറ്റ് മാറിയിട്ടില്ല. കാറ്റപ്പോഴാ മാറിയെന്നറിയാമോ? കർത്താവും പത്രോസും കൂടെ പടകിൽ കയറിയപ്പോഴാ കാറ്റ് മാറിയത്. കാറ്റ് മാറിയിട്ടല്ല പത്രോസ് എടുത്ത് ചാടിയത്, കാറ്റുള്ളപ്പോഴാ പത്രോസ് എടുത്ത് ചാടിയത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഉപാധി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കോളാം, എൻ്റെ പ്രതിസന്ധികളൊക്കെ മാറിയിട്ട് ഞാൻ വെച്ച നിബന്ധന ദൈവം അംഗീകരിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടോളാം എന്ന് പറയുന്ന നമ്മുടെ ഉപാധികളുണ്ടല്ലോ, അതെല്ലാം ഇന്ന് രാത്രി മാറ്റിവെച്ചിട്ട് എൻ്റെ ഉപാധികൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും, കാറ്റ് മാറിയാലും മാറിയില്ലേലും, പ്രശ്നം പരിഹരിച്ചാലും പരിഹരിച്ചില്ലെങ്കിലും എൻ്റെ തമ്പുരാൻ എന്നോടൊരു വാക്ക് കൃത്യമായി കൽപ്പിച്ചാൽ ആ വാക്കിനിറങ്ങാൻ ഇന്ന് രാത്രി എനിക്ക് മനസ്സാണെന്ന് സമർപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ കൈക്കൊള്ളാൻ ഒരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിലുണ്ട്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മനസ്സുണ്ട്? വാ പത്രോസ് എന്ന് പറഞ്ഞ വാക്ക് വിശ്വസിച്ച്
ആഴിയാണെന്ന് ഓർക്കാതെ, ആഴമാരായാതെ, കടലാണെന്ന് ചിന്തിക്കാതെ, അല്ലേ മുങ്ങിയാൽ ചാകുമെന്നും ഓർക്കാതെ, എന്റെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ജീവനെ തമ്പുരാന്റെ കൈവെള്ളയിലോട്ട് വെച്ചു കൊടുത്ത് പത്രോസ് എടുത്തു ചാടി. എന്റെ കർത്താവിന്റെ വാക്കു വിശ്വസിച്ച പത്രോസ് എടുത്തു ചാടിയത്. അല്പസമയം കഴിഞ്ഞപ്പോ കാറ്റ് കണ്ടവൻ ഭയപ്പെടാൻ തുടങ്ങി, അവൻ മുങ്ങാൻ തുടങ്ങി. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പത്രോസെ, നീ ആയിട്ട് എടുത്തു ചാടിയതല്ല, ഞാനല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. എന്റെ വാക്കു വിശ്വസിച്ച്, എന്റെ കണ്ണെ നോക്കി, ആഴിയാണെന്ന് ഓർക്കാതെ, ആഴമാരായാതെ, കടലാണെന്ന് ചിന്തിക്കാതെ, ജീവനെ എന്റെ കൈവെള്ളൽ വെച്ചു തന്ന നീ എടുത്തു ചാടിയതെങ്കിൽ, ഞാനാ നിന്നോട് വരാൻ പറഞ്ഞതെങ്കിൽ, എന്റെ വാക്കു വിശ്വസിച്ച നീ എടുത്തു ചാടിയതെങ്കിൽ, ഈ നടുക്കടലിൽ നീ ഒടുങ്ങാൻ, ഈ കടലിലെ വെള്ളം നിന്റെ വായിൽ കയറാൻ, നീ ഒരു ദുരന്ത കഥാപാത്രമാകാൻ എന്റെ നാഥൻ അനുവദിക്കില്ല. ഈ കാറ്റ് നിന്നെ ഒടുക്കുന്നതിന് മുമ്പ്, ഈ തിര നിന്നെ മുക്കുന്നതിന് മുമ്പ്, നിന്റെ വായിൽ ഈ കടലിലെ വെള്ളം കയറുന്നതിന് മുമ്പ്, നിന്നെ പൊക്കാൻ ഒരു കരം, നിന്നെ സഹായിക്കാൻ ഒരു കരം നിന്റെ സമീപത്ത് നിൽപ്പുണ്ട്. ഏതു കരമാണെന്നറിയാമോ? നിന്നോട് വരാൻ പറഞ്ഞവന്റെ കരം, നിന്നെ വിളിച്ചവന്റെ കരം, നിനക്ക് നിയോഗം തന്നവന്റെ കരം. ഇന്ന് രാത്രി ആധാരം തുറന്ന് ആവേശത്തോടെ ദൈവമക്കൾ വിളിച്ചു പറ, എന്റെ തമ്പുരാനാ നിയോഗം തന്നതെങ്കിൽ, അവനാ എന്നെ വിളിച്ചതെങ്കിൽ, അവന്റെ ശബ്ദം കേട്ടാ ഇറങ്ങിയതെങ്കിൽ, ഈ തിരമുക്കാൻ, ഈ കടൽ തകർക്കാൻ, ഈ കാറ്റെന്നെ ഇല്ലായ്മ ചെയ്യാൻ എന്റെ നാഥൻ അനുവദിക്കില്ല. ഈ പ്രതിസന്ധി എന്നെ തകർക്കുന്നതിന് മുമ്പ് എന്നെ താങ്ങാൻ ഒരു കരം, എന്നെ പൊക്കാൻ ഒരു കരം, എന്നെ വിടുവിക്കാൻ ഒരു കരം എന്റെ സമീപത്തുണ്ടെന്ന് ആധാരം തുറന്ന് സ്തോത്രത്തോടെ പറയാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അവര് മാത്രമേ കരമടിച്ചൊരു മിനിറ്റ് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിയോഗത്തെ സംശയിക്കത്തക്ക നിലയിൽ നിന്നെ ഇതുകൊണ്ട് തീർത്തു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ അധികാരത്തിന്റെ നടുവിൽ അതരത്തിൽ അഭിഷേകമുള്ള ദൈവമക്കൾ, ദൈവത്തെ തിരിച്ചറിയാവുന്ന ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറ, ഇല്ല, നടുക്കടലിൽ ഞാൻ ഒടുങ്ങില്ല, ഈ തിര എന്നെ മുക്കില്ല, ഈ കാറ്റെന്നെ തകർക്കില്ല. എനിക്ക് നിയോഗം തന്നവൻ എന്നെ സഹായിക്കാൻ എന്റെ സമീപത്തുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് സംസാരിക്കുന്നു. ചിലരെ ദൈവത്തിന്റെ നിയോഗത്തിൽ തമ്പുരാൻ ഉറപ്പിച്ചു നിർത്തുകയാ. ആരാധിക്കാൻ ദൈവം നിയോഗം തരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കണ്ട. പ്രസംഗം കൊഴുപ്പിക്കാൻ പറയുകയല്ല. പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നെങ്കിൽ കരമടിച്ചാധാരം തുറന്ന് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചോ. ഈ രാത്രി നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന ശക്തികളോട് സ്വർഗം പ്രതികരിക്കുന്ന രാത്രിയാ. സ്വർഗം എനിക്ക് തന്ന ആത്മീയ അധികാരത്താലും എന്നിൽ സ്വർഗം കൈമാറിയ അഭിഷേകത്തിന്റെ ശക്തിയാലും ഇന്ന് രാത്രി നിയോഗങ്ങൾക്കെതിരെ വ്യക്തമായ കൃത്യമായ ദൈവഹിതത്താലും ദൈവാലോചനയാലും ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് കണ്ണിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ അഴിച്ചുവിട്ട് നിയോഗങ്ങളെ സംശയിക്കത്തക്ക നിലയിൽ ഇന്ന് രാത്രി ചിലരുടെ മേൽ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നോട് കൽപ്പിക്കുന്നു. മാറുക. ആധാരം തുറന്ന അധികാരത്തോടെ അത് വിളിച്ചു പറയാൻ കൃപയുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അഭിഷക്തന്മാരോട്, ഇന്ന് രാത്രി ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം തന്ന നിയോഗത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക. നിന്നെ താങ്ങുന്നൊരു കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്നു. നിയോഗം കൊടുത്തവൻ ആ പ്രതിസന്ധിയിൽ മാറി നിന്നില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ തിരകളുടെ മേൽ ചവിട്ടി കർത്താവ് വരികയാണ്. വരുന്ന സമയത്ത് ഇവര് ഭയപ്പെട്ടു. എന്താ ഭയപ്പെടാൻ കാരണം? സങ്കല്പലോകത്തെ ഭയമാണ്, അകാരണ ഭയമാണ്, യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സങ്കല്പലോകത്തെ ഭയം. യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, ഇത് ഞാൻ തന്നെയാ. ഭൂതങ്ങൾക്ക് എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഒന്നുമില്ല. അവർ ചിന്തിച്ചത് ഭൂതമാണെന്നാണ്. ഞാൻ അതിന്റെ വിഷയത്തിലേക്കല്ല പോകുക. അതെ, ഇങ്ങനെ ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. കാര്യകാരണങ്ങൾ കണ്ണിന്റെ മുമ്പിൽ ഇല്ലാത്തപ്പോഴും നാളുകളെ സംബന്ധിച്ചുള്ള ഭയം, മരണഭയം, ഭാവിയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ, എക്സാം
സാത്താവിനെ കുറിച്ചുള്ള ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം, അതേ പല നിലകളിൽ ഉറക്കമില്ലാതെ ദൈവം നിനക്ക് തന്ന നന്മകളൊക്കെ സ്തോത്രം ചെയ്ത് സ്വസ്ഥമായി അനുഭവിക്കാൻ കഴിയാതെ ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ധാരാളം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഈ രാത്രി അങ്ങനെ സങ്കല്പ ലോകത്ത് ഭയത്താൽ വേട്ടയാടപ്പെടുന്നവരുണ്ടെങ്കിൽ തന്റെ വചനമയച്ച് ഇന്ന് രാത്രി ആ ഭയത്തിന്റെ വ്യാപാരത്തിൽ നിന്ന് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. വിശ്വാസത്താൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ഭയം സങ്കല്പ ലോകത്തെ ഭയമാണ്. രണ്ടാമത്തെ ഭയം കാര്യകാരണങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുകയാണ്. വിശദീകരിക്കാം തിരുവെഴുത്തിൽ നിന്ന്. യേശു ഗദരദേശത്തിന് ഇക്കരെ വന്നു. ഇക്കരെ വന്ന സമയത്ത് പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ എതിരേറ്റു വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ അത്യാവശ്യമായി ഒന്ന് വരണം, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. യേശു ആ ഭവനത്തിലേക്ക് യാത്രയാകുന്നു. പുരുഷാരവും ശിഷ്യന്മാരും കൂടെയുണ്ട്. ആ പോകുന്ന പോക്കില് 12 വർഷമായി രക്തസ്രാവത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി, അവളുടെ അകത്ത് വിശ്വാസത്തിന്റെ ഒരു മുള പൊട്ടി. അവൾ പറഞ്ഞു, യേശുവിന്റെ വസ്ത്രത്തേലെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയാൽ എനിക്ക് അത്ഭുത രോഗശാന്തി ഉണ്ടാവും. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതിനു മുമ്പ് ആരും യേശുവിന്റെ വസ്ത്രത്തെ തൊട്ട് രോഗശാന്തി പ്രാപിച്ചതായി തിരുവെഴുത്തിലില്ല. ആരും ഇവളോട് നീ യേശുവിന്റെ വസ്ത്രത്തെ ചെന്ന് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിനു മുമ്പാരും വസ്ത്രത്തെ തൊട്ട് രോഗശാന്തി പ്രാപിച്ചിട്ടില്ല. അവർക്ക് പ്രചോദനം വരത്തക്ക നിലയിൽ അങ്ങനെ ആരും അവളോട് സാക്ഷ്യം പറഞ്ഞിട്ടുമില്ല. മുൻപ് ആർക്കും വേണ്ടിയും ഇത് ചെയ്തിട്ടില്ല. ആരും അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇവൾ പറയുന്നത് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ എനിക്ക് രോഗശാന്തി ഉണ്ടാകും? അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ടുമല്ല. അന്ന് അവളുടെ രോഗശാന്തി എൻ്റെ തമ്പുരാന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വർഗം അവൾക്ക് കൊടുത്തിയ ഒരു നിയോഗമാ. ഇന്ന് രാത്രി ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതം, ആത്മീക ശുശ്രൂഷ അതാ. ഇന്നലകളിൽ ആർക്കെങ്കിലും ദൈവം ചെയ്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ല നമ്മുടെ വിടുതലിരിക്കുന്നത് സ്വർഗം നമുക്ക് തരുന്ന നിയോഗത്തിലാണെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോ അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ വന്നു, യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു, അത്ഭുത രോഗശാന്തി അവൾക്കുണ്ടായി. യേശു നിന്ന് ശാന്തമായി തിരിഞ്ഞിട്ട് പറയുന്നു, ആരാ എന്നെ തൊട്ടത്? ശിഷ്യന്മാര് മനസ്സിൽ പറഞ്ഞു കാണും, ഒട്ടിയും തട്ടിയും പറ്റിയും മുട്ടിയും ധാരാളം പേരിങ്ങനെ നടക്കുമ്പോൾ ആരാ എങ്ങനാ തൊട്ടെന്ന് ഞങ്ങളെങ്ങനെ അറിയാനാ? യേശു അവരോട് പറഞ്ഞു, ആരാണ്ട് അങ്ങനെ എങ്ങനെയോ എന്നെ തൊട്ടതല്ല, എന്നെ വാസ്തവമായി ആരോ തൊട്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എത്രയോ രോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. സൗഖ്യമാക്കിയവരോടെല്ലാം യേശു പറഞ്ഞ ഒരു പദം, ഇതാരോടും പറയരുത്. ചിലരൊക്കെ പറയുമെന്ന് ബോധ്യമായപ്പോ, ഒറ്റയ്ക്ക് കിട്ടിയപ്പോ അവരോട് അമർച്ചയായി കൽപ്പിച്ചു, ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന്. എന്താ അതിന്റെ ആശയം? പിതാവായ ദൈവം തനിക്ക് കൊടുത്ത ഒരൊറ്റ ശുശ്രൂഷയും തൻ്റെ വ്യക്തിഗത നേട്ടങ്ങൾക്കോ തൻ്റെ പ്രസിദ്ധിക്കോ യേശു ചെയ്തില്ല. യേശു കർത്താവിൻ്റെ ആത്യന്തിക ലക്ഷ്യം പിതാവിൻ്റെ നാമത്തിൻ്റെ മഹത്വമായിരുന്നു. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലിരുന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, ഒരു കൊച്ചു ജീവിതമേ ഈ ഭൂമിയിൽ എനിക്കുള്ളൂ, അതെന്നെ വെളിപ്പെടുത്തുകയല്ല, അതിനപ്പുറത്ത് ഞാൻ എന്ത് കുടിച്ചാലും, ഞാൻ എന്ത് ഭക്ഷിച്ചാലും, കർത്താവേ, ഞാൻ എന്ത് ചെയ്താലും, എൻ്റെ ജീവനാലാകട്ടെ, എൻ്റെ മരണത്താലാകട്ടെ, എൻ്റെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടണമെന്നേ എനിക്കുള്ളൂ എന്ന് ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടുന്ന കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. അവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ,
രോഗികൾ സൗഖ്യമായപ്പോ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടിയായിരുന്നെങ്കിൽ, തന്റെ പ്രസിദ്ധിക്ക് വേണ്ടി യേശു ഒന്നും ചെയ്തില്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, ഈ സഹോദരി സൗഖ്യമായില്ലേ? സൗഖ്യമായെന്ന് യേശുവിന് അറിയില്ലേ? അറിയാം. ഗലീല കടലിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് മീനുകളിൽ ഏത് മീനിന്റെ വായില ചതുർദ്രഹ്മപ്പണം ഇരിക്കുന്നത് എന്നറിയാവുന്ന കർത്താവിന്, കാട്ടത്തിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്ന് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച സക്കായിയുടെ പേര് വിളിച്ച് കാട്ടത്തിയുടെ മുകളിൽ നിന്നിറക്കിയ കർത്താവിന്, ശമരിയ സ്ത്രീയുടെ ജീവിത ചരിത്രം മുഴുവൻ വായിച്ചു കേൾപ്പിച്ച കർത്താവിന്, നദനിയേലിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത വെളിപ്പെടുത്തിയ കർത്താവിന്, ഈ സ്ത്രീയെ അറിയില്ലേ? ഇവളുടെ രോഗം അറിയില്ലേ? രോഗത്തിന്റെ കാലപ്പഴക്കം അറിയില്ലേ? അവളുടെ മാതാപിതാക്കളെ അറിയില്ലേ? അവളുടെ പൂർവികരെ അറിയില്ലേ? സൗഖ്യമായെന്നും അറിയില്ലേ? ഇതെല്ലാം കർത്താവിന് അറിയാം. പിന്നെന്തേ എന്നെ തൊട്ടതാരാണെന്ന് ചോദിച്ച് യേശു അവളെ പരസ്യമായി വെളിപ്പെടുത്തി. അതിൻ്റെ ഒരു കാരണം പറയാം. തൻ്റെ വ്യക്തിഗത നേട്ടത്തിനല്ല, ഇത് യായിറോസിനെ ഒന്ന് ഉറപ്പിക്കാനാണ്. യായിറോസേ, അടുത്തത് നീ കേൾക്കാൻ പോകുന്നത് ഒരു മനുഷ്യനെന്ന നിലയിൽ നിനക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വാർത്തയാ. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ രക്ഷിതാവിലുള്ള ആശ്രയബോധം നഷ്ടപ്പെടാതിരിക്കാനും വിശ്വാസം കൈമോശം സംഭവിക്കാതിരിക്കാനും നിന്നെ എൻ്റെ രക്ഷിതാവിനോട് ചേർത്ത് നിർത്താനുള്ള ദൈവിക ഇടപെടലാണ് അവളുടെ മേൽ സംഭവിച്ച അത്ഭുത രോഗശാന്തി എന്നോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഇടപെടൽ ദൈവത്തിനുണ്ട്. ലൈവ് ഉള്ളത് കൊണ്ട് എനിക്ക് പറയാനൊരിപ്പം ഭയമുണ്ട്, എന്നാലും പറയുകയാണ്. കഴിഞ്ഞ 22 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പം 44 വയസ്സ്, 22ാമത്തെ വയസ്സ് മുതൽ സഭാ ശുശ്രൂഷ ചെയ്യുകയാണ്. ആരംഭകാലത്തൊക്കെ ഈ കയറ്റുമായി ഉരുണ്ട് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞത് വലിയ പേടിയായിരുന്നു. പല പ്രാവശ്യം തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ, വല്ല പരസ്യോഗമൊക്കെ നടത്തി ട്രാക്റ്റൊക്കെ കൊടുത്ത് സുവിശേഷം പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തോളാം. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം ഹൃദയത്തിൽ നിഷ്കളങ്കമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര പ്രാവശ്യം മനസ്സ് മടുത്തിട്ടുണ്ടല്ലേ, ഹൃദയം ക്ഷീണിച്ചിട്ടുണ്ടല്ലേ. എൻ്റെ കർത്താവേ, ഇത് വേണ്ട, വേറെന്തെങ്കിലും ചെയ്തോളാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അല്ല, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, വിശ്വാസത്തിൽ വന്നിട്ട് ഇന്ന് വരെയുള്ള ജീവിതാനുഭവങ്ങൾ പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ചേ. ചില പ്രതിസന്ധികളുടെ നടുവിൽ, ഒറ്റപ്പെടുത്തപ്പെടലുകളുടെ നടുവിൽ, വിരൽ ചൂണ്ടപ്പെടുമ്പോഴുള്ള ആ ഭാരങ്ങളുടെ നടുവിൽ ഇതൊന്നും വേണ്ടെന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒരു വേളയെങ്കിലും അങ്ങനെ ചിന്തിക്കാത്തവരുണ്ടോ? മനസ്സുകൊണ്ട് പിന്മാറാത്തവരുണ്ടോ? പിറുപിറുക്കാത്തവരുണ്ടോ? അല്ല, വല്ലപ്പോഴുമൊക്കെ അതുണ്ടായിട്ടില്ലേ പരമാർത്ഥമായി ചിന്തിച്ചാൽ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, കർത്താവിൻ്റെ വേലയിൽ നിലനിൽക്കാൻ കാരണമെന്താ? വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ കാരണമെന്താ? അനുകൂല സാഹചര്യങ്ങളായതുകൊണ്ടല്ല, നമ്മുടെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടുമല്ല. പിന്നെ നമ്മൾ ക്ഷീണിച്ചപ്പോഴും, നമ്മൾ നിരാശപ്പെട്ടപ്പോഴും, നമ്മൾ പിറുപിറുത്തപ്പോഴും, നമ്മുടെ മനസ്സുകൊണ്ട് പിന്മാറിയപ്പോഴും, ഒരു വേളയെങ്കിലും പിറകോട്ടെത്തി നോക്കിയപ്പോഴും നീ ഭാരപ്പെടണ്ട, നീ സങ്കടപ്പെടണ്ട. നീ എൻ്റെ പദ്ധതിയിലുള്ളവനാ, എൻ്റെ അജണ്ടയിൽ നീ ഉണ്ട്. എൻ്റെ തെരഞ്ഞെടുപ്പും എൻ്റെ വിളിയും നിന്റെ മേലുണ്ടെന്ന് എൻ്റെ തമ്പുരാൻ നടത്തിയ ദൈവിക ഇടപെടലുകളല്ലേ? ആ ദൈവിക ഇടപെടലുകളല്ലേ നിറകണ്ണുകളോടെ സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്നും മിനിസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ കാരണം, ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കാൻ കാരണം, എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടല്ല. ഞാൻ തകർന്നപ്പോഴും, ഞാൻ നിരാശപ്പെട്ടപ്പോഴും എന്നെ താങ്ങിയ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ ഉറപ്പിച്ചു തന്ന ദൈവിക ഇടപെടലുകളാണ് ഇന്നും നിലനിൽക്കാൻ കാരണമെന്നോർത്ത് ആധാരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നത്, ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ എൻ്റെ കണ്ണും നനഞ്ഞുപോയി. എൻ്റെ സഹോദരങ്ങളെ, ഒരു ശോധന ദൈവം തരുന്നതിന് മുമ്പ് ആ ശോധനയിൽ നിന്നെ നിലനിർത്താനുള്ള ഒരു ദൈവിക പദ്ധതി ഒരുക്കിയ ശേഷമേ ഒരു ശോധന ദൈവം തരത്തുള്ളൂ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളിലൂടെ, തകർച്ചകളിലൂടെ
ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളോട് ആലോചന പറയുന്നു. ഈ ശോധന നിന്നെ തകർക്കാനല്ല, ഈ വേദന നിന്നെ മുടിക്കാനല്ല, ഈ പ്രതിസന്ധിയുടെ നടുവിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നു. യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് യായിറോസിനോട് പറയുക, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയി, ഇനി മാനുഷികമായി അത് അപരിഹാര്യമാണ്, കുഞ്ഞു മരിച്ചുപോയി. പർവ്വതം പോലെ പ്രതിസന്ധി യായിറോസിന്റെ കണ്ണിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുക. പക്ഷെ എന്റെ യേശു പറയുന്നത് കേൾക്കണോ? യായിറോസേ, ഭയപ്പെടണ്ട കേട്ടോ, നീ വിശ്വസിച്ചാൽ മാത്രം മതി. KJ തോമസ് പാസ്റ്ററെ, ഇന്ന് രാത്രി എന്റെ ഭയം സങ്കല്പ ലോകത്തെ ഭയമല്ല, അകാരണ ഭയമല്ല. കാര്യകാരണങ്ങൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ടുകൾ അല്ല, ഞാൻ നടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് എന്നെ ഭയപ്പെടുത്തുകയാ. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ തകർച്ചകൾ എത്ര ഭയങ്കരമാണെങ്കിലും, നിങ്ങൾ നടന്നു നീങ്ങുന്ന ജീവിത സാഹചര്യങ്ങൾ എത്ര വേദനാജനകമാണെങ്കിലും, അതിനെ കൈകാര്യം ചെയ്യാൻ, അതിനെ പരിഹരിക്കാൻ അധികാരമുള്ള കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നു. ഭയപ്പെടണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. സ്വർഗം ചില വിഷയങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തി തരുമെന്ന് ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നേ. എത്ര പേർക്ക് ആധാരം തുറന്ന് ആത്മനിറവിൽ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ പറ്റോ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരോട് ഇടപെടുകയാണ്. അപ്പൊ ഒന്നാമത്തെ ഭയം അകാരണ ഭയമാണ്. രണ്ടാമത്തെ ഭയം കാര്യകാരണ സഹിതമുള്ള ഭയമാണ്. നിങ്ങളുടെ ഭയങ്ങൾ എന്തുമാകട്ടെ, സ്വർഗം ഇന്ന് രാത്രി പറയുന്നെന്നും ആ 4 രാജാക്കന്മാരിൽ നിന്നും ഉണ്ടായാൽ അതിനെയൊന്നും പ്രതിരോധിക്കാൻ എൻ്റെ കൂടാരം പര്യാപ്തമല്ല. അബ്രാമിനോട് ദൈവം പറയുക, നിന്റെ സംരക്ഷണമുണ്ടല്ലോ, 318 അഭ്യാസികളല്ല, നിന്റെ സംരക്ഷണം നിന്റെ കൂടാരവുമല്ല. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കുമ്പോൾ നിന്നിലൂടെ, നിന്റെ സന്തതി പരമ്പരകളിലൂടെ ചിലതൊക്കെ ചെയ്യാൻ ഞാൻ പദ്ധതി ഇട്ടിട്ടല്ലേ വിളിച്ചത്. നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതികൾ ഈ മണ്ണിൽ നിറവേറപ്പെട്ട് തീരുന്നിടം വരെ ആരും നിനക്കെതിരെ ഒരു ദോഷവും ചെയ്യാതിരിക്കാൻ ഞാൻ നിന്റെ സംരക്ഷണ വലയമാണ്, ഞാൻ നിന്റെ പരിചയാണ്. ഇന്ന് രാത്രി അഭിഷേകത്തോടെ കത്തി കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറ, എന്റെ നാഥൻ എന്നെ കുറിച്ച് ഈ മണ്ണിൽ നിവർത്തിക്കാനുള്ള പദ്ധതികൾ നിവർത്തിച്ചു തീരുന്നിടം വരെ ഒരു ദുഷ്ടശക്തിക്കും എനിക്കെതിരെ ഒരു ദോഷവും ചെയ്യാൻ കഴിയില്ല. അധികാരത്തോടെ അത് പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം. മൂന്നാമത്തെ പദം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കർത്താവിനോട് സ്നേഹവും നന്ദിയും ഉണ്ടായി. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്താ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണെന്ന് പറയാൻ കാരണം, 14-ാം അധ്യായം യുദ്ധം കഴിഞ്ഞ് അബ്രാം വരുമ്പോൾ സോദോം രാജാവ് വക്രബുദ്ധിക്കാരനാ, വളഞ്ഞ വഴിയെ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. അദ്ദേഹം വന്ന് അബ്രാമിനോട് പറയുക, സമ്പത്തെല്ലാം അങ്ങേക്ക് തരാം, പക്ഷേ ഈ അഭ്യാസികളെ മുഴുവൻ ഇങ്ങോട്ട് തരാം. സോദോം രാജാവ് തെറ്റിദ്ധരിച്ചു. എന്താ തെറ്റിദ്ധരിച്ചത്? ഈ 318 അഭ്യാസികളുടെ അഭ്യാസ വൈദഗ്ധ്യം കൊണ്ടാണ് ആ 4 രാജാക്കന്മാരെ സൈന്യത്തെ തോൽപ്പിച്ചതെന്ന് സോദോം രാജാവ് ചിന്തിച്ചത്. അപ്പൊ ഇവരെ കിട്ടിയാൽ 4 അല്ല 40 രാജ്യങ്ങളെ തോൽപ്പിച്ച് ഇഷ്ടം പോലെ സമ്പത്ത് ഇവരെ കൊണ്ടുണ്ടാക്കാം. പക്ഷെ സോദോം രാജാവിനില്ലാതിരുന്ന വെളിപ്പാട് ശാലേം രാജാവ് മൽക്കീസദേക്കിനുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞു വരുന്ന അബ്രാമിനെ അപ്പവും വീഞ്ഞുമായി എതിരേറ്റി എന്നിട്ട് മൽക്കീസദേക്ക് ശാലേം രാജാവ് പറയുന്ന ഒരു പദം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അടിവരയിടേണ്ട പദമാ. ആ പദം എന്താണെന്നറിയാമോ? നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ദൈവം. അബ്രാമേ, നീയും നിന്റെ 318 നിങ്ങളുടെ അഭ്യാസമുറകളൊന്നും ആ 4 രാജാക്കന്മാരുടെയും സുശക്തമായ സൈന്യത്തിന്റെയും മുൻപിൽ ഒന്നുമില്ലായിരുന്നു. അഭ്യാസ വൈദഗ്ധ്യം കൊണ്ടല്ല, കരബലം കൊണ്ടും മിടുക്കുകൊണ്ടും കായിക ശേഷി കൊണ്ടുമല്ല ആ ശത്രുക്കളെ തോൽപ്പിച്ചത്.
തോൽപ്പിച്ചത്, പിന്നെ എങ്ങനെയാ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നൊരു ദൈവമുണ്ട്. എല്ലാവരും ആ കരങ്ങൾ മുകളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ആദരം തുറന്ന് നിറകണ്ണുകളോട് ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ ഇവിടം വരെ നടന്നു കയറി വന്നത് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കഴിവ് കൊണ്ടോ, എന്റെ വിദ്യാഭ്യാസം കൊണ്ടോ, എന്റെ യോഗ്യത കൊണ്ടോ, എന്റെ പരിശ്രമം കൊണ്ടോ കിട്ടിയതല്ല. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എന്റെ ദൈവത്തിനു സ്തോത്രം. ആർത്തത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി സമർപ്പിച്ചു ദൈവത്തിനു സ്തോത്രം പറയാ. അപ്പൊ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. അതിമഹത്തായ പ്രതിഫലം. സോദോം രാജാവ് സമ്പത്തെല്ലാം നീ എടുത്തു, അഭ്യാസികളെ തരാൻ പറയുമ്പോ അബ്രാം പറയാം, നീ എന്നെ ധനവാനാക്കി എന്ന് പറയാതിരിക്കാൻ നിന്റെ കയ്യിൽ നിന്ന് ഒരു ചെരുപ്പിന്റെ വാറാകട്ടെ ചരടാകട്ടെ ഞാൻ വാങ്ങില്ല. അന്നത്തെ കാലത്ത് കോടികളുടെ ഓഫറാ സോദോം രാജാവ് അബ്രഹാമിന്റെ കൈവെള്ളെ കൊണ്ട് വെച്ചു കൊടുത്തത്. എന്നാൽ എന്റെ തമ്പുരാനെ പ്രതി അത് വേണ്ടെന്ന് വെച്ചിട്ട് ആ ദൈവ മനുഷ്യൻ കൂടാരത്തിനകത്ത് വന്നപ്പോ സ്വർഗം പറയുക, അബ്രാമേ, എന്നെ പ്രതിയാണോ സോദോം രാജാവിന്റെ കോടികൾ നീ മനസ്സോടെ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെയാണെങ്കിൽ നീ എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ആർക്കും കടക്കാരനല്ല, ഞാൻ ആർക്കും ബാധ്യതയല്ല. നിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും എന്റെ നീതിയുടെ പെരുമഴയായി അത് പെയ്യിപ്പിക്കാൻ ഞാൻ വിശ്വസ്തനാണ്. ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, വളഞ്ഞ വഴികളിലൂടെ ഒന്നും സമ്പാദിക്കാൻ പോകണ്ട. മനസാക്ഷിയെ വഞ്ചിച്ചും നിത്യതയെ മറന്നും മറ്റുള്ളവരെ വെട്ടിച്ചും പറ്റിച്ചും ഒന്നും നേടാൻ പോകണ്ട. ഒന്നും തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കാനും ഞാനും നിങ്ങളും നെട്ടോട്ടം ഓടണ്ട. കരയാൻ കണ്ണുണ്ടോ? പരമാർത്ഥമായി ദൈവത്തെ സേവിക്കാൻ ഇന്ന് രാത്രി മനസ്സുണ്ടോ? നിഷ്കളങ്കമായ ഹൃദയമുണ്ടോ? നിന്റെ തലമുറകൾക്ക് നിനക്ക് സമ്പാദിക്കാൻ കഴിയാത്തത്, നിനക്ക് നേടാൻ കഴിയാത്തത്, നിന്നോടുള്ള വിശ്വസ്തത നിമിത്തം തലമുറകൾക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാൻ വിശ്വസ്തനായൊരു ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ സ്തോത്രം ചെയ്തു പറ. ദൈവഹിതമല്ലാത്തതും മനസാക്ഷിക്ക് വഞ്ചിക്കുന്നതും നിത്യതയെ ബാധിക്കുന്നതും ഒന്നും എനിക്ക് വേണ്ട. എന്റെ ദൈവം തരുന്നത് എനിക്ക് മതിയെന്ന് സ്തോത്രം ചെയ്തു പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 3 വാഗ്ദത്തങ്ങൾ അബ്രാമിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു കേട്ടതെങ്കിൽ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിച്ചേനെ. പക്ഷെ അബ്രാം മോന വെച്ചൊരു വർത്താന ദൈവത്തോട് പറഞ്ഞത്. അബ്രാം പറയുക, ദൈവമേ, അങ്ങനെക്ക് എന്തോ തരും. അടുത്തത്, എന്തോ തന്നാലും അതിൻ്റെയൊക്കെ അവകാശി. അപ്പൊ അതൊക്കെ വായിച്ച് അത്ഭുതപ്പെട്ടു. ഈ ദമ്മേശേക്കുകാരനായ എല്യാസറാണ് അർത്ഥം. തമ്പുരാനെ, എന്തെല്ലാം തന്നാലും അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തന്നിട്ട് പിന്നെ എന്നാ ഗുണം? ആശ ഇത്രയേ ഉള്ളൂ. തരാം 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 എന്നോട് പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. പക്ഷെ പറച്ചിലല്ലാതെ പറഞ്ഞതൊന്നും നടന്നു കാണുന്നില്ല. ഉടനെ അബ്രാമിനോട് ദൈവം പറയാ, കൂടാരത്തിന് വെളിയിലോട്ട് വാ, മുകളിലോട്ടൊന്ന് നോക്കിക്കേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ കണ്ടോ? എൻ്റെ മനസ്സിന്ന് രാത്രി തിളച്ചു മറിയുക. ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറകളെ തരാം. അബ്രഹാം അത് വിശ്വസിച്ചു. ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. ഏത്? ഞാൻ നിന്റെ തലമുറകളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കാമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രാം വിശ്വസിച്ചു. ദൈവം അതവന് നീതിയായി കണക്കിട്ടു. അതാണ് ഉൽപ്പത്തി 15 1-ാമത്തെ വാഗ്ദത്തം. 2-ാമത്തെ വാഗ്ദത്തം ദൈവം കൈമാറുന്നു. അബ്രാമേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരിക മാത്രമല്ല കേട്ടോ, നിനക്കും നിന്റെ തലമുറകൾക്കും ഈ ദേശം ഞാൻ അവകാശമായി തന്നിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ഒന്നുകൂടെ എൻ്റെ വിഷയം വ്യക്തമാക്കാൻ ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ 1-ാമത്തെ വാഗ്ദത്തം തലമുറകളെ സംബന്ധിച്ചുള്ള വാഗ്ദത്തം. എങ്ങനെയുള്ള വാഗ്ദത്തം? ഞാൻ നിന്റെ തലമുറകളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാക്കും.
രണ്ടാമത്തെ വാഗ്ദത്തം, നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും ഈ ദേശം ഞാൻ അവകാശമായി തന്നിരിക്കുന്നു. ഈ വാഗ്ദത്തം കേട്ടപ്പോ അബ്രഹാം തിരിച്ച് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, അത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഏത്? ഈ ദേശം എനിക്കും എൻ്റെ തലമുറയ്ക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു എന്നങ്ങ് വാഗ്ദത്തം പറഞ്ഞില്ലേ? അതെങ്ങനെ നടക്കും? അത് നടക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവിശ്വാസമല്ല, അതിനപ്പുറത്ത് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? എബ്രായ ലേഖനം 6-ാം അധ്യായം വായിക്കണ്ട, അവിടെ ഇങ്ങനെ വായിക്കുന്നു, വാഗ്ദത്തങ്ങളുടെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമാക്കാൻ വാഗ്ദത്തങ്ങളോട് കൂടെ ദൈവം ഉറപ്പും കൊടുക്കുന്ന ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, വാഗ്ദത്ത കേൾവിക്കും വാഗ്ദത്ത നിവർത്തിക്കും ഇടയ്ക്കുള്ള ഇടവേളയിൽ വാഗ്ദത്തം കേട്ടവൻ വാഗ്ദത്തങ്ങളിൽ ക്ഷീണിച്ചു പോകാതിരിക്കാൻ തൻ്റെ വാഗ്ദത്തം നിറവേറ്റുമെന്ന് ഉറപ്പ് കൊടുക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ട്. അപ്പൊ ദൈവത്തെ ആ നിലകളിൽ അറിയാവുന്ന അബ്രഹാം ചോദിക്കുക, ദൈവമേ, അങ്ങ് പറഞ്ഞില്ലേ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും ഈ ദേശം അവകാശമായി തരാമെന്ന്? ആ വാഗ്ദത്തം നടക്കുമെന്നതിന് എനിക്കൊരു ഉറപ്പ് വേണം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൊടുത്ത് നല്ല സ്തോത്രം പറയാമോ? അങ്ങനെ ഉറപ്പ് ചോദിച്ച് അബ്രാമിനോട് ദൈവം പറയുക, അബ്രാമേ, എൻ്റെ വാഗ്ദത്തം ഞാൻ നിറവേറ്റുമെന്നതിന് നിനക്ക് ഉറപ്പ് വേണമല്ലേ? ഞാൻ തരാം ഉറപ്പ്. അതിനു മുമ്പ് നീ 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള കോലാട്, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, പ്രാവിൻ കുഞ്ഞ്, കുറുംപ്രാവ് എല്ലാത്തിനെയും കൊണ്ടുവരാൻ പറഞ്ഞു. അബ്രാം ഈ മൃഗങ്ങളെയെല്ലാം കൊണ്ടുവന്നിട്ട് ആ മൃഗങ്ങളെയെല്ലാം ഒത്ത നടുവെ പിളർക്കുകയാണ്. പശുക്കിടാവിനെ, കോലാടിനെ, ആട്ടുകൊറ്റനെ അബ്രാം ഒത്ത നടുവെ പിളർക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് അബ്രാം ആ മൃഗങ്ങളെയെല്ലാം ഒത്ത നടുവെ പിളർത്തിയത്? ഇതറിയണമെങ്കിൽ പഴയ നിയമത്തിലെ ചില നിയമങ്ങൾ, ഉടമ്പടികൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രസംഗ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിലാണ് എൻ്റെയും നിങ്ങളുടെയും വാച്ചിൻ്റെ സൂചി പോകുന്നത്. അതുകൊണ്ട് വാച്ചിൻ്റെ വേഗതയെ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് സമയത്ത് യോഗം നിർത്തണമെന്നുള്ളത് കൊണ്ട് ആ മേഖലകളിലേക്കെല്ലാം കൂടെ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമത്തിൽ ഒരാളോട് ഉഭയസമ്മതം ചെയ്യുമ്പോൾ, ഉടമ്പടി ചെയ്യുമ്പോൾ, നിയമം ചെയ്യുമ്പോൾ അത് നിവർത്തിച്ചു കൊള്ളാം എന്നതിന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാറുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ദാസനായ എലിയാസറും യാക്കോബും ഒക്കെ ദൈവത്തോടും മനുഷ്യനോടും ഒക്കെ ചെയ്യുന്ന ചില ഉടമ്പടികൾ, നിയമങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വിസ്താര ഭയം കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ വളരെ സൂക്ഷിച്ച്, വളരെ ഗൗരവമായി, ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു ഉടമ്പടിയാണ് പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെയുള്ള ഉടമ്പടി. രണ്ടുപേർ 2 സൈഡിൽ നിന്ന് ഈ മൃഗത്തെ ഒത്ത നടുവെ പിളർത്തിയിട്ട് ഇങ്ങനെ കടന്നു വരുന്നു. എന്നിട്ട് പിളർക്കപ്പെട്ട ഉടലിന്റെ നടുവിൽ ഊറി ഇറങ്ങി ആ രക്തത്തെ സാക്ഷിയാക്കി 2 പേരും കൂടി ഉടമ്പടി ചെയ്യുക, നിയമം ചെയ്യുക, ഞാൻ ഇത് താങ്കളോട് നിവർത്തിച്ചു കൊള്ളാം, ഒരു കാരണവശാലും ഞാനിത് തെറ്റിക്കില്ല. ഒരാവേശത്തിന്, എടുത്തുചാട്ടത്തിന് പെട്ടെന്ന് ചെയ്യാൻ പാടുള്ള ഉടമ്പടി അല്ലിത്. വളരെ സൂക്ഷിച്ച്, വളരെ ആലോചിച്ച്, ഉത്തരവാദിത്വത്തോടെ വേണം ഇത് ചെയ്യാൻ. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്നവനെ ഈ മൃഗത്തെ പോലെ പിളർത്തിക്കളയാം. അതിന് ഭേദഗതിയില്ല, അതിന് വേറെ എക്സ്ക്യൂസുകൾ ഒന്നുമില്ല. ഞാൻ തിരുവെഴുത്തിൽ നിന്ന് തെളിയിച്ചു തരാം. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 34-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 18-ാമത്തെ വാക്യം. കാളക്കുട്ടിയെ 2ആയി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എൻ്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. ഒരിക്കൽ കൂടി നല്ല സ്തോത്രം ശക്തിയോടെ ദൈവത്തിന് പറയാമോ? ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. സിദക്കിയാവ് എന്ന് പറയുന്ന രാജാവ് യഹൂദയെ ഭരിക്കുകയാണ്. ആ ചരിത്രമെല്ലാം കൂടി ഇന്ന് രാത്രി പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ആ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ യിരെമ്യാവ് ജനത്തോട് ആ പ്രവാസത്തിന്റെ കാരണങ്ങൾ പറഞ്ഞു ദൂത് പറയുകയാണ്. പല കാര്യങ്ങളും ഞാൻ അവിടെ വിഴുങ്ങുകയാണ്. നിരവധി കാരണങ്ങൾ പ്രവാസത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ മുന്നറിയിപ്പായി
വ്യക്തമായി പറയുന്നു. അതിലൊരു കാരണം ഇതാണ്. ദൈവം നിങ്ങൾക്ക് പ്രമാണം തന്നു, 6 വർഷം എബ്രായനായ ഒരു അടിമയെ കൊണ്ട് വേല ചെയ്യിപ്പിക്കണം, 7ാമത്തെ വർഷം അവിടെ സ്വതന്ത്രരായി വിട്ടയക്കണം. അത് ദൈവം തന്ന പ്രമാണമാണ്. പക്ഷെ പല 6 കഴിഞ്ഞിട്ടും നിങ്ങൾ അടിമകളെ സ്വതന്ത്രരാക്കിയില്ല. അത് പാപഹേതുവാണ്. യിരെമ്യാവ് അത് വിളിച്ചു പറഞ്ഞപ്പോൾ ജനത്തിന് വലിയ പാപബോധമുണ്ടായി, മാനസാന്തരം, പശ്ചാത്താപമുണ്ടായി. സിദെക്കീയാവ് എന്ന് പറയുന്ന രാജാവും സാധാരണ ജനം വരെ വളരെ അനുതാപത്തോടും മാനസാന്തരത്തോടും ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞു. എന്നിട്ടൊരു വിളംബരം ചെയ്തു. എന്താ വിളംബരം ചെയ്തത്? 6 വർഷം പൂർത്തിയായ എല്ലാ അടിമകളെയും സ്വതന്ത്രരായി വിട്ടയക്കണം. അങ്ങനെ അടിമകളെ സ്വതന്ത്രരാക്കി വിട്ടതിലൂടെ മാത്രം അവരുടെ ആ തീഷ്ണത തീർന്നില്ല. അവർ സാധാരണ ജനം മുതൽ പ്രഭുക്കന്മാർ വരെ ദൈവാലയത്തിൽ വന്നു. ദൈവാലയത്തിൽ വന്നിട്ട് കാളക്കിടാവിനെ ഒത്ത നടുവെ പിളർത്തപ്പെട്ട കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി അവർ ദൈവത്തോട് ഉടമ്പടി ചെയ്തു, നിയമം ചെയ്തു. എന്താ ചെയ്ത നിയമം? ദൈവമേ, 6 വർഷം പൂർത്തിയായ അടിമകളെ എല്ലാം സ്വതന്ത്രരാക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് പ്രമാണം തന്നു. പക്ഷെ ഞങ്ങൾ ആ പ്രമാണം ലംഘിച്ചു. കർത്താവേ, അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കുകയാണ്. എന്നാൽ ഞങ്ങളോട് കരുണ കാണിക്കണം. ഞങ്ങൾ മാനസാന്തരപ്പെടുകയാണ്, ഞങ്ങൾ അനുദപിക്കുകയാണ്, ഞങ്ങൾ മടങ്ങി വരികയാണ്. ഞങ്ങൾ അടിമകളെയെല്ലാം ഇതാ സ്വതന്ത്രരാക്കി അങ്ങയോട് ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്നു. ഇനി ഒരു കാലത്തും ഞങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കില്ല, ഞങ്ങളോട് പൊറുക്കണമേ. ദൈവാലയത്തിൽ വന്ന് കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ദൈവവുമായി നിയമം ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഫറവോന്റെ ചിന്ത ഇവരുടെ അകത്തു വന്നത്. എന്താ ഫറവോന്റെ ചിന്ത? ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിട്ടുകഴിഞ്ഞപ്പോഴാണ് ഫറവോന് തോന്നിയത് അത് വേണ്ടായിരുന്നു എന്ന്. ഇതുപോലെ ദൈവാലയത്തിൽ വന്ന് കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ദൈവത്തോട് ഉടമ്പടി ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പം ഇവർ ചിന്തിച്ചു അത് വേണ്ടായിരുന്നു, അടിമകളെ സ്വതന്ത്രരാക്കണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സ്വതന്ത്രരാക്കിയ അടിമകളെ വീണ്ടും പിടിച്ച് ഇവരുടെ അടിമകളാക്കിയപ്പോ സ്വർഗം പ്രവാചകനിലൂടെ വിളിച്ചു പറയുക, ദൈവാലയത്തിൽ വന്ന് കാളക്കിടാവിനെ പിളർത്തി ആ പിളർത്തപ്പെട്ട കാളക്കിടാവിന്റെ ഊട്ടലിന്റെ നടുവിലൂടെ പോയി ഞാനുമായി ഉടമ്പടി ചെയ്ത് അത് ലംഘിച്ചവരെ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കഴിവില്ല. എന്താണ് അതിന്റെ ആശയം? പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഊട്ടലിന്റെ നടുവിലൂടെ പോയി ഉടമ്പടി ചെയ്താൽ, നിയമം ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ല. അത് ലംഘിച്ചാൽ തക്ക കനത്ത ശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അബ്രാം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എനിക്കും എൻ്റെ തലമുറകൾക്കും ഈ ദേശം അവകാശമായി തരും എന്നങ്ങ് പറഞ്ഞ വാഗ്ദത്തത്തിന് എനിക്കൊരു ഉറപ്പ് വേണം. ഉറപ്പ് ചോദിച്ച അബ്രാമിനോട് ദൈവം പറയും, അബ്രാമേ, എൻ്റെ വാഗ്ദത്തം ഞാൻ നിവർത്തിക്കുമെന്നതിന് നിനക്കൊരു ഉറപ്പ് വേണമല്ലേ? ഞാൻ തരാം ഉറപ്പ്. നീ മൃഗങ്ങളെ കൊണ്ടുവാ. അബ്രാം അതിനെയെല്ലാം ഒത്ത നടുവെ പിളർത്തി. സാധാരണ 2 പേരും കൂടെ ഉടമ്പടി ചെയ്യുക. എന്നാൽ ഒരറ്റത്ത് അബ്രാം ബോധം കെട്ട് കിടക്കുക. എന്നാൽ നമ്മെ തുള്ളിച്ചാടിക്കുന്ന ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. ആ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഊട്ടലിന്റെ നടുവിലൂടെ ഒരു കത്തുന്ന പന്തം പോയി. അതാ എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവമക്കൾ മാത്രം ആ കരമുയർത്തി ഒരു അബ്രാമിനോടൊരു നിയമം ചെയ്തു. അബ്രാമേ, എൻ്റെ വാഗ്ദത്തം ഞാൻ നിന്നോട് നിവർത്തിക്കുമെന്നതിന് നീ ഒരു ഉറപ്പ് ചോദിച്ചെങ്കിൽ എനിക്ക് നിനക്ക് തരാനുള്ള ഉറപ്പ് എൻ്റെ ജീവനാ. ഈ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഊട്ടലിന്റെ നടുവിലൂടെ പോയി ആ ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്നവന് ഇതുപോലെ കൊന്നുകളയാമെന്ന് അതിൻ്റെ അർത്ഥമെങ്കിൽ എൻ്റെ വാഗ്ദത്തം ഞാൻ നിന്നോടും നിന്റെ തലമുറയോടും നിവർത്തിക്കുമെന്നതിന് എനിക്ക് തരാനുള്ള എൻ്റെ ഉറപ്പ് എൻ്റെ ജീവനാണ്. എത്ര പേർക്ക് ആധാരം തുറന്ന് ആവേശത്തോടെ സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മനസ്സുണ്ട്? പോരാ, അവര് മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക.